തകരാരത്തിന്റെ കാര്യം പറയണേ. പിന്നെന്താ റസൂലുള്ള പറഞ്ഞത്? പിന്നെ റസൂലുള്ള പറയാണ്, ആയിഷ, ജൂതന്മാർക്കൊരു തകരാറുണ്ട് ആയിഷ, ക്രിസ്ത്യാനികൾക്കും ഒരു തകരാറുണ്ട് ആയിഷ. എന്താണ് ആ തകരാറെന്നറിയുമോ? ആയിഷ, ഒരു ജൂതന്റെ സമൂഹത്തിലെ ഒരു മഹാൻ മരിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരു മഹാൻ മരിച്ചാൽ ആയിഷ, ആ മഹാന്റെ ഖബർ കെട്ടി ഉയർത്തൽ ജൂതന്മാരുടെ തകരാറാണ് ആയിഷ. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ആയിഷ, നീ അറിയണേ ആയിഷ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടർ ഖബർ കെട്ടി ഉയർത്തുന്നവരാണ് ആയിഷ. റസൂലുള്ള പറയുകയാണ്, ആയിഷ, ജൂതന്മാർക്കൊരു വലിയ തകരാറുണ്ട് ആയിഷ, ക്രിസ്ത്യാനികൾക്കൊരു തകരാറുണ്ട് ആയിഷ. ആ തകരാറെന്താ? ജൂതന്മാർക്കൊരു ഗുണമുണ്ട് എന്നല്ല, ക്രിസ്ത്യാനികൾക്കൊരു ഗുണമുണ്ട് എന്നല്ല. ജൂതന്മാർക്കൊരു തകരാറുണ്ട് ആയിഷ, ക്രിസ്ത്യാനികൾക്കുമുണ്ടൊരു തകരാറ് ആയിഷ. അവരിലെ അമ്പിയാക്കൾ മരിച്ചാൽ ആ അമ്പിയാക്കളുടെ ഖബറുകൾ കെട്ടി ഉയർത്തുക. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുത്തവർ ഏറ്റവും നികൃഷ്ടരാണ് ആയിഷ. പന്നിയേക്കാളും കുരങ്ങിനേക്കാളും പടച്ചോന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരാരാ? മഹാന്മാരുടെ ഖബർ കെട്ടി ഉയർത്തുന്നവർ, അവിടെ പച്ച പുതക്കുന്നവർ, അവിടെ നിലവിളക്ക് കൊളുത്തുന്നവർ, അവിടെ തിരിവെക്കുന്നവർ, അവരാണ് ആയിഷ ഏറ്റവും വലിയ നികൃഷ്ടരെന്ന് അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. സൃഷ്ടികളിൽ ഏറ്റവും മോശം അവരാണ് ആയിഷ. നോക്കണേ നിങ്ങൾ. എന്നിട്ട് റസൂലുള്ള പറയാൻ അടുത്ത വാചകം കേട്ടോ, ലഅനല്ലാഹു യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ലഅനല്ലാഹ് അർത്ഥമെന്താ? അല്ലാഹ് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണോ? അല്ലാഹ് ശപിച്ചിരിക്കുന്നു ആയിഷ യഹൂദന്മാരെ, നസാറാക്കളെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അംബിയാക്കളുടെ ഖബറുകൾ അവർ കെട്ടി ഉയർത്തിയ ആയിഷ. ഒരു ചാണിന്റെ മീതെ അലി ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരത്താതെ വിട്ടേക്കല്ലേ അലി എന്ന് അലീബിന് അബീ ത്വാലിബിനോട് പറഞ്ഞിട്ട്, അലിയാര് തങ്ങൾ എന്നെ റസൂൽ ഏൽപ്പിച്ച ദൗത്യം പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കല്ലേ. ലഅനല്ലാഹു യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ഇത് ഉദ്ധരിച്ച് പ്രസംഗിക്കാൻ കാന്തപുരത്തിന് സാധ്യമല്ല, പേരോടിന് സാധ്യമല്ല, അലവിക്ക് സാധ്യമല്ല, സക്കാബിമാർക്ക് സാധ്യമല്ല, അഹ്സനിമാർക്ക് സാധ്യമല്ല, ഫൈസിമാർക്ക് സാധ്യമല്ല, ഉദവിമാർക്ക് സാധ്യമല്ല, ബാക്കവിമാർക്ക് സാധ്യമല്ല. ആയിഷ, ലഅനല്ലാഹു യഹൂദ വന്നസാറ. അതാ റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ, അമ്പിയാക്കളുടെ ഖബറ് ഇവിടെ അമ്പിയാക്കളുടേതുപോലുമല്ല, മനുഷ്യരുടേതുപോലുമല്ല. റിസാലയിൽ പോലും കൃത്യമായി എഴുതുകയാണ്, ഔലിയാക്കളല്ലാത്ത ജന്തുക്കളുടെ ഖബർ പോലും പലയിടങ്ങളിലുമുണ്ട് എന്ന് റിസാല എഴുതുകയാണ്, സെൻസിംഗ് എഴുതുകയാണ്, സുന്നികൾ പറയുകയാണ് ഖബർ കെട്ടി ഉയർത്തുന്നത്. റസൂലുള്ളാന്റെ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ ഇനി 2 പ്രാർത്ഥനകളുണ്ട്. ആ 2 പ്രാർത്ഥനകളൂടെ കേട്ടോളൂ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തുജിൽ ഖബരി ഇദാ, എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കല്ലേ റബ്ബേ. പൂവാറിൽ ഞാനത് പറഞ്ഞപ്പോ മൊയ്ലിയാരോട് ചെന്ന് കുട്ടികൾ ചോദിച്ചു, യുവാക്കൾ ചെന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൊയ്ലിയാര് ഒരൊറ്റ അട്ടിമറിച്ചിലാണ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ പെരുന്നാളാണ്. 2 പെരുന്നാള് പോലെ എന്റെ ഖബറിനെ ഒരു വർഷത്തിലെ 2 പെരുന്നാള് പോലെയാക്കരുത്. എല്ലാ ദിവസവും എന്റെ ഖബറിടത്തിൽ ഉറൂസ് ആഘോഷിക്കണമെന്നാണ് റസൂല പറഞ്ഞത്. ഒന്റെ ചെകുത്താനെ, നിന്നെ ചെകുത്താനെന്നല്ലാതെ നിന്നെ മൊയ്ലിയാരെന്ന് വിളിക്കാൻ നാട്ടിലുള്ള എനിക്ക് സാധ്യമല്ല. കാരണം എന്താ? റസൂലുള്ള പറയാണ്, അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി ഈദാ, പടച്ചവനെ എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ, അതേപോലെ എന്റെ ഖബറിൽ 2 പെരുന്നാള് പോലെ ആകല്ലേ. എല്ലാ ദിവസവും എന്റെ ഖബറിടത്തിൽ ഉറൂസ് വേണമേ എന്നാണത്രേ റസൂലുള്ള പറഞ്ഞത്. അത് അബൂബക്കർ സിദ്ദീഖിന് തിരിഞ്ഞില്ല, ഉമർ ഇബ്നു ഖത്താബിന് തിരിഞ്ഞില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാന് തിരിഞ്ഞില്ല, അലി ഇബ്നു അബീ ത്വാലിബിന് തിരിഞ്ഞില്ല. 2 വർഷവും 3 മാസവും 10 ദിവസവും ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കറിന് തിരിഞ്ഞില്ലത്രേ. 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉമർ ഇബ്നു ഖത്താബിന് തിരിഞ്ഞില്ലത്രേ. 12 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത നബിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച നബിക്ക് പ്രിയങ്കരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ ഹദീസിന്റെ